ഹായ് ഡിയേഴ്സ്, കുറേ നാളായിട്ടോ ഞങ്ങളുടെ ഗീത ചേച്ചിയുടെ വീട്ടിലേക്ക് ആരും വരുന്നില്ല, ഒരു നേരം വന്നൂടെ, രാവിലെ വന്നിട്ട് വൈകുന്നേരം പോക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ പരാതിയായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ ആ പരാതി അങ്ങോട്ട് തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 4 മരുമക്കളും കൂടിയിട്ട് ഇറങ്ങിയതാണ്. ബസ്സിന് പോകാമെന്നാട്ടോ വിചാരിച്ചത്. കണക്കൂട്ടി വന്നപ്പോൾ ബസ്സിന് പോകുന്നതും ഓട്ടോന് പോകുന്നതും കണക്കാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഓട്ടോനെ എന്നെ കുത്തി തിരക്കി അവിടെ എത്തിയിട്ടോ. ഇതാണ് ചേച്ചിയുടെ വീട്. എത്തിയ ഉടനെ ഞങ്ങൾ മൂന്നാളും ക്ഷീണം മാറ്റാൻ സോഫ കൈയടക്കി. ഇത് ഗീതേച്ചിയുടെ മരുമകളാട്ടോ ശില്പ. ഇതാണ് ഞങ്ങളുടെ ഗീതേച്ചി. ഒടുക്കത്തെ ബിസിയായിരുന്നു. ഞങ്ങൾ വരുന്നുണ്ട് എന്ന് ചേച്ചിയെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇത്ര രാവിലെ തന്നെ ഞങ്ങൾ 4 കൂടി അവിടെ പ്രത്യക്ഷപ്പെടുന്നുള്ളത് ചേച്ചി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചേച്ചി ഭയങ്കര ബിസിയായിരുന്നു കേട്ടോ. അങ്ങനെ ചായ സൽക്കാരത്തിന് ശേഷം ഞങ്ങൾ 4 ചേച്ചീനെ ചെറുതായിട്ട് സഹായിക്കാനൊക്കെ കൂടിയിട്ടോ. പെട്ടെന്ന് പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഇരുന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കാമല്ലോ. കുഞ്ഞും ദേവൂട്ടനും പിന്നെ അവിടുത്തെ അച്ചൂട്ടനായിട്ട് നല്ല കൂട്ടായിട്ടോ. പാട്ടൊക്കെ വെച്ചിട്ട് കളിയും ചിരിയൊക്കെ ആയിട്ട് ഒരു വാശിയെന്ന് പറഞ്ഞത് 2 ആൾക്കും ഉണ്ടായിരുന്നില്ല. അർജു പിന്നെ സോഫയിൽ കിടന്നിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് റെഡി ആയതിനു ശേഷം ഞങ്ങൾ ഹാളിൽ വന്നിരുന്നു കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഫുഡ് എന്താണെന്ന് പറഞ്ഞില്ല അല്ലേ? സത്യം പറഞ്ഞാൽ ഫുഡ് ഞാൻ എടുക്കാൻ മറന്നിരുന്നു കേട്ടോ. ഗീതേച്ചി പറഞ്ഞപ്പോൾ ഓടി ചെന്ന് എടുത്തതാണേ. നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും ആയിരുന്നു കേട്ടോ. റെഡി ആയാൽ പിന്നെ നെക്സ്റ്റ് പരിപാടി ഫുഡ് അടി. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അടിക്കലും തുടക്കലും പാത്രം കഴുകലും കഴിഞ്ഞ് അടുക്കള ക്ലോസ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഹാളിൽ നിരനിരയായി കിടന്നു കേട്ടോ. ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ കത്തിയടിച്ച് കിടന്നിട്ടുണ്ടാവും. നല്ല രസമായിരുന്നു കേട്ടോ. കുറ്റങ്ങളും പരദൂഷണമൊക്കെ പറയണതിൻ്റെ ഇടയിൽ ഗീതേച്ചി നൈസായിട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാമറ ആയിട്ട് ഞാനും പോയി. ചേച്ചി പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ 4 മണിക്ക് നല്ല ചൂട് പഴംപൊരിയും കട്ടൻ ചായയും കഴിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഈ പഴംപൊരി പൊക്കി കാണിച്ച് വിറപ്പിക്കുന്നത് ആരാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഈ വീഡിയോ എടുത്തത് നിത്യയാണ് കേട്ടോ. അവളുടെ കരവരുതായിരിക്കും. എല്ലാവരും കൂടെ ആയപ്പോൾ പഴംപൊരി പ്ലേറ്റ് കാലിയായത് അറിഞ്ഞില്ല കേട്ടോ. ഇറങ്ങാൻ നേരത്ത് ഒരു അപൂർവ കാഴ്ച കണ്ട പോലെ എല്ലാവരും കൂടെ വട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ലൈൻ ഫോൺ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെറുതെ ഷോക്കി വെച്ചതെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് വർക്കിംഗ് ആണ്. അടുത്തൊന്നും ലൈൻ ഫോൺ കണ്ടിട്ടില്ല കേട്ടോ, കുറേ കാലമായി കണ്ടിട്ട്. അപ്പോൾ അത് വർക്കിംഗ് ആണെന്ന് കണ്ടപ്പോൾ 2 ആളും കൂടിയും അവനാൻ്റെ ഫോണിൽ തന്നെ വിളിച്ചിട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞ് സംസാരിക്കുക. എന്ത് ചെയ്യാല്ലേ. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ചേച്ചിയോടും ഫാമിലിയോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ചേച്ചി സ്റ്റോപ്പിലേക്ക് ഞങ്ങൾ ബസ് കയറ്റാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ബസ്സമ്മ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല രസമായിരുന്നല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.